എപ്പോഴും ഒരേ ടേസ്റ്റിലുള്ള പോള കഴിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ടേസ്റ്റിലൊരു പോള കഴിക്കാനൊരാഗ്രഹം തോന്നിയാലോ. അപ്പോൾ ഇന്ന് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത രീതിയിൽ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാൻ ചെറിയ പീസായിട്ട് ചിക്കൻ എടുത്തിട്ട് 160 ഗ്രാം ഉണ്ടാവും കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചാറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 ടീസ്പൂണ് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പോള തയ്യാറാക്കി എടുക്കുന്നത് തന്തൂരി ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചാറ്റ് മസാലയൊക്കെ ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടീസ്പൂണ് കസൂരി മേത്തി കയ്യിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തൈര് തന്നെ എടുക്കുക കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ള കസൂരി മേത്തി ആയാലും അതുപോലെ ചാറ്റ് മസാലയൊക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കട്ടെ. എന്നാലും നമുക്ക് ഒറിജിനൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു തന്തൂരിയുടെ ആ ഒരു ഫ്ലേവറിൽ നമുക്ക് ഈ ഒരു ചിക്കന് കിട്ടുള്ളൂ. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 2 സൈഡും ഇതുപോലെ നല്ല ഒരു നമുക്ക് കുക്കായി എന്നറിയാമല്ലോ. ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും. ഈ ഒരു രീതിയിലായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ചാർക്കോൾ ഒന്ന് കത്തിച്ച് വെക്കാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് നല്ല ചാർക്കോൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പോകുന്നതിന് മുമ്പായിട്ട് ഹോളില്ലാത്തൊരു ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക. തന്തൂരി ചിക്കൻ്റെ ഈ ഒരു സ്മോക്കി ഫ്ലേവർ കൂടെ ഉണ്ടെങ്കിലല്ലേ കറക്റ്റ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതവിടെ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അത് സവാളയ്ക്ക് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊക്കെ നന്നായിട്ട് ഉടയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ്. ഒരു 1/4 ഭാഗം, ഒന്നിൻ്റെ 1/4 ഭാഗം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത്രയും വെജിറ്റബിൾസാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചിക്കനിലേക്ക് നോർമൽ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. മസാലയിലേക്ക് ഒരുപാട് എരിവ് വേണ്ടാന്ന് വെച്ചിട്ടാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടിൻ്റെയും ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കട്ടെ. അത് നിങ്ങളുടെ കയ്യിലില്ല, ഇത് റെഡ് ചില്ലി സോസാണ്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇതുണ്ടെങ്കിൽ ഇതന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇതുകൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു മസാലയ്ക്ക്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അതിൻ്റെ ആ ഒരു ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, പുകയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ആ മസാലയിലേക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു ചെറിയൊരു പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്താൽ നമ്മുടെ ഫില്ലിങ് റെഡി. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. ഇത് പ്രത്യേക ഒരു ഫ്ലേവറാണ്. ഞാൻ പറഞ്ഞല്ലോ തന്തൂരി ചിക്കൻ്റെ ഒക്കെ ഒരു ഫ്ലേവറിലുള്ള ഒരു മസാലയാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് സ്ലൈസസ് ആണ്. അതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 5 മുട്ട ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബ്രെഡിൻ്റെയും മുട്ടയുടെയും അളവ് ഞാൻ കറക്റ്റ് പറയണില്ല, അത് നമ്മൾ എടുക്കുന്ന പാനിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. അതിലേക്കൊരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വലിയ പാൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവും അതുപോലെ മുട്ടയുടെ അളവൊക്കെ കൂട്ടേണ്ടി വരും. അപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് 5 മുട്ടയുടെ അളവാണ്.
അപ്പം എന്നിട്ട് ഓരോ ബ്രെഡ് സ്ലൈസസും ഞാൻ ഈ ഒരു പാനിലല്ല കേട്ടോ പോള ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ ആ ഒരു പാനിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ പാൻ ആദ്യം ഓയിൽ വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും ഒരുപാട് ഓയിലാക്കണ്ട, ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഓയിലൊന്നൊരു ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഒട്ടും ഹോളുകളൊന്നും ഇല്ലാണ്ട് ഫുള്ളായിട്ട് ആ ഒരു ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം അതിന് സെൻറ്ററിലായിട്ട് നമ്മുടെ ഈ ഒരു തന്തൂരി ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ഞാനവിടെ ബാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് മുകളിലൊന്ന് സ്പ്രെഡ് ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അത് മുഴുവനായിട്ട് വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലും നമുക്ക് ബ്രെഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ഒറ്റ ഭാഗവും ഇതുപോലെ ഫില്ലിംഗ് ഒന്നും കാണാത്ത രീതിയിൽ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ പീസാക്കി വെച്ചിട്ടൊക്കെ കവർ ചെയ്തെടുക്കാം. പിന്നെ ലാസ്റ്റ് ആയിട്ട് മുകളിൽ ഞാനിതാ ബാക്കിയുള്ള ഫില്ലിങ് കുറച്ചങ്ങ് എല്ലാ ഭാഗത്തേക്കൊന്നും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി കുറച്ച് മുട്ടയുടെ മിക്സ് ഉണ്ടായിരുന്നു, അത് അതിൻ്റെ മുകളിലൂടെയാണ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ഒരു മുട്ട ആ ഒരു നമ്മുടെ ചിക്കൻ്റെ മുകളിലൊക്കെ ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. സ്പൂൺ വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്താൽ മതി. അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ മറിച്ചിടുന്ന സമയത്തൊക്കെ ആ ചിക്കനൊന്നും സെപ്പറേറ്റ് പോയി വീഴാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മുട്ടയുടെ ഫില്ലിംഗ് മുട്ടയുടെ ആ ഒരു ഇതുണ്ടാകുമ്പോൾ അങ്ങനെ വീഴില്ലല്ലോ. ഇനി ഒരു പഴയൊരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു സോസ് പാൻ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റിന് ശേഷമൊക്കെ മുകൾ ഭാഗം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. മുകൾ ഭാഗം നന്നായിട്ട് പൊങ്ങി വന്ന് ഒട്ടലൊന്നും ഇല്ലാത്ത രീതിയിൽ വരുമ്പോൾ അതായിട്ടുണ്ട് എന്നാണ് അർത്ഥം. എന്നിട്ട് വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിങ്ങനെ കമഴ്ത്തി കൊടുക്കാം. അത് ഭാഗം കൂടി ജസ്റ്റ് ഒന്ന്, അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് 2 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് കാണിച്ചു തരാം, വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് സമയം വെക്കേണ്ട, 2 മിനിറ്റ് തന്നെ വെച്ചാൽ മതി. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ പോള ഒട്ടും കരിയാതെ തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റി ആയിട്ടുള്ളൊരു പോള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്